നെറ്റ്ഫ്ലിക്സ് എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? എന്നാൽ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കിഡ്ഫ്ലിക്സ്. ഒപ്പം അറിയേണ്ട മറ്റൊരു വാക്കുകൂടി, പീഡോഫൈൽ, എ പേഴ്സൺ ഹു ഇസ് സെക്ഷുവലി അട്രാക്റ്റഡ് ടു ചിൽഡ്രൻ. കുട്ടികളോട് ലൈംഗികമായി ആകർഷിക്കപ്പെടുന്ന ഒരാൾ. ഇനി കിഡ്ഫ്ലിക്സ് എന്ന പേരിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു പീഡോഫൈൽ പ്ലാറ്റ്ഫോമാണിത്. ഈ കുപ്രസിദ്ധമായ ഡാർക്ക് വെബ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പൊളിഞ്ഞു അല്ലെങ്കിൽ പൊളിച്ചു എന്ന് തന്നെ പറയാം. യൂറോപ്യൻ പോലീസ് ഏജൻസിയായ യൂറോപോളുമായി ഏകോപിപ്പിച്ച് ജർമ്മൻ അന്വേഷകർ ഈ പ്രധാന ഓപ്പറേഷന് നേതൃത്വം നൽകി, ഓപ്പറേഷൻ സ്ട്രീം. 2021 ആരംഭിച്ച ഈ ഒരു പ്ലാറ്റ്ഫോം ലോകത്തിലെ ഏറ്റവും വലിയ പിഡോഫൈൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി വളർന്നു. ഓരോ മണിക്കൂറിലും ശരാശരി 3.5 പുതിയ ചൈൽഡ് അബ്യൂസ്, ബാലപീഡന വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. 18 ലക്ഷം ഉപയോക്താക്കളും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന 91,000 വീഡിയോകളും 35 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയും. ലോകത്തിലെ ഏറ്റവും വലിയ പീഡോഫൈൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി വളർന്ന കുപ്രസിദ്ധ ഡാർക്ക് വെബ് പ്ലാറ്റ്ഫോമായ കിഡ്ഫ്ലിക്സിന്റെ ആധിപത്യം അവസാനിച്ചു കഴിഞ്ഞു. എന്തായാലും ജർമ്മൻ അന്വേഷകർ യൂറോപോളുമായി ഏകോപിപ്പിച്ച് നടത്തിയ ഓപ്പറേഷനിൽ സ്ട്രീമിംഗ് സേവനം ഇല്ലാതാക്കി. ഓപ്പറേഷൻ സ്ട്രീം എന്ന് വിളിക്കപ്പെടുന്ന കിഡ്ഫ്ലിക്സിനെതിരായ നടപടി സമീപ വർഷങ്ങളിൽ കുട്ടികളുടെ പ്രോണോഗ്രാഫിക്കെതിരായ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു. കിഡ്ഫ്ലിക്സിന്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഈ നെറ്റ്വർക്ക് തകർത്തത് എങ്ങനെയെന്നൊന്ന് നോക്കാം. വളരെ ചെറിയ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, എക്സ്ട്രീമായ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെ ആയിരക്കണക്കിന് വീഡിയോകളിലേക്ക് ആക്സസ് നൽകുന്ന ഒരു ഡാർക്ക് വെബ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു കിഡ്ഫ്ലിക്സ്. 2021 ആരംഭിച്ച ഈ ഒരു പ്ലാറ്റ്ഫോം യൂറോപോളിന്റെ അഭിപ്രായത്തിൽ പീഡോഫൈലുകൾക്കായുള്ള ഏറ്റവും ജനപ്രിയ കേന്ദ്രങ്ങളിൽ ഒന്നായി വളരെ പെട്ടെന്ന് തന്നെ മാറി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഈ സൈറ്റ് ലോകമെമ്പാടുമായി ഏകദേശം 18 ലക്ഷം പേർ ആക്സസ് ചെയ്തിരുന്നു. ഏകദേശം 91,000-ൽ മേളിൽ വീഡിയോകൾ ഇത് ഹോസ്റ്റ് ചെയ്തു. ഏകദേശം 6,288 മണിക്കൂർ ദൈർഘ്യമുള്ള വ്യക്തമായ ഉള്ളടക്കമുള്ള വീഡിയോസ് ആയിരുന്നു എല്ലാം. അതുപോലെ ഇവയെല്ലാം തന്നെ വളരെ ലാഭകരമായ ഒരു നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള മറ്ററിയപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി കിഡ്ഫ്ലിക്സ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല, വീഡിയോ ഫയലുകൾ സ്ട്രീം ചെയ്യാനും ഉപയോക്താക്കളെ അനുവദിച്ചിരുന്നു. ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചാണ് ഉപയോക്താക്കൾ പേയ്മെന്റുകൾ നടത്തിയത്. പിന്നീട് അവ ടോക്കണുകളായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് യൂറോപോൾ വ്യക്തമാക്കുന്നത്. വീഡിയോകൾ അപ്ലോഡ് ചെയ്തും തലക്കെട്ടുകളും വിവരണങ്ങളും പരിശോധിച്ചും കാറ്റഗറീസ് നൽകിക്കൊണ്ടും യൂസേഴ്സിന് ടോക്കണുകൾ നേടാനാകും. ശരിക്കും 2025 മാർച്ചിൽ അധികാരികൾ ഇത് പിൻവലിക്കുന്നതിന് മുൻപ് കിഡ്ഫ്ലിക്സ് ഭയാനകമായ നിരക്കിൽ വികസിച്ചുകൊണ്ടിരുന്നു. ശരാശരി ഓരോ മണിക്കൂറിലും 3.5 പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. യൂറോപോളിന്റെ പിന്തുണയോടെ ജർമ്മൻ നിയമപാലകരുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സ്ട്രീം എന്ന വലിയ അന്താരാഷ്ട്ര അന്വേഷണത്തിന്റെ ഫലമായാണ് കിഡ്ഫ്ലിക്സിന്റെ അവസാനം കണ്ടത്. ബ്രിട്ടൻ ഉൾപ്പെടെ 36 രാജ്യങ്ങൾ ചേർന്ന് പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റി. മാർച്ചിൽ 31 രാജ്യങ്ങളിൽ പോലീസ് ഏകോപിത റെയ്ഡുകൾ നടത്തി. യൂറോപോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പറേഷൻ. ഇതുവരെ കിഡ്ഫ്ലിക്സുമായി ബന്ധമുള്ള 79 വ്യക്തികളെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം 1400-ലധികം സംശയിക്കപ്പെടുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കസ്റ്റഡിയിലെടുത്തവരിൽ നിയമവിരുദ്ധ കോണ്ടന്റിന്റെ യൂസേഴ്സ് മാത്രമല്ല, ദുരുപയോഗത്തിന് നേരിട്ട് കാരണമായവരും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കേസിൽ പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ തിരഞ്ഞതിനും സ്വന്തം മകനെ ഗെയിമുകൾക്ക് പകരം നൽകാൻ സമ്മതിച്ച 36 വയസ്സുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. കുട്ടിയെ ശിശു സംരക്ഷണ സേവനങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സീരിയൽ അബ്യൂസറിനെ അന്വേഷണ സംഘം കണ്ടെത്തി. ജർമ്മൻ, ഡച്ച് അധികൃതർ നടത്തിയ ഒരു സംയുക്ത റെയ്ഡിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ 72,000 വീഡിയോകൾ അടങ്ങിയ ഒരു ഹാർഡ് ഡ്രൈവും പിടിച്ചെടുത്തിട്ടുണ്ട്. കർശന നടപടികളുടെ ഭാഗമായി തുടർച്ചയായ പീഡനങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ജർമ്മൻ അധികാരികളും 96 തവണ ഇടപെട്ടു എന്നുള്ളതാണ്. അതിൽ 12 കേസുകളിൽ സജീവമായ ചൂഷണം തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. 39 കുട്ടികളെ അന്വേഷണത്തിനിടെ സംരക്ഷിക്കാനും സാധിച്ചു. ഇപ്പോഴും സൂചനകൾ പിന്തുടരുന്നതിനും കൂടുതൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും ലോകമെമ്പാടുമുള്ള സമാന ശൃംഖലകൾ ഇല്ലാതാക്കുന്നതിനും അധികാരികൾ ശ്രമം തുടരുന്നു.